ഇനി നമുക്ക് പഠിക്കാനുള്ളത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വി വിൽ ഗോ ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇവിടെ 3 ഉണ്ട്. ഫോർ, വൈൽ, ഡു വൈൽ. ഓക്കെ, ഇനി ഫോറിൽ എങ്ങനെയാ വെച്ചാൽ ഇതിൽ അറിയേണ്ട 3 കാര്യങ്ങളുണ്ട്. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, മോഡിഫിക്കേഷൻ. അത് നിങ്ങൾക്ക് അറിയണം. 3 പാർട്സ് 3 ലൂപ്പിലും ഉണ്ട്. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, മോഡിഫിക്കേഷൻ. ഇത്രയും ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് നമ്മളൊരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുകയാണ്, ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. ഓക്കെ, എന്റെ എൻഡ് എന്ന് പറയുന്നത് എന്റെ വീടാണ്. ഓക്കെ, അപ്പൊ എന്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ബസ് സ്റ്റാൻഡ് ആണ്. ആൻഡ് മൈ ഡെസ്റ്റിനേഷൻ ഈസ് മൈ ഹോം. ഓക്കെ, ഇത് നമുക്ക് പല രീതിക്ക് പോവാം. നടന്നു പോവാം, ബസ് കയറി പോവാം, ഓട്ടോ എടുക്കാം, കാർ എടുക്കാം, പല രീതിക്ക് പോവാം അല്ലെ. അതേപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചാൽ മതി ഫോർ വൈലും ഡു വൈലും. ഫോർ ലൂപ്പിൽ നമുക്ക് ഇനീഷ്യലൈസേഷൻ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് അറിയണം. അതാണ് ഇനീഷ്യലൈസേഷൻ. അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലൂപ്പ് വർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അതിന് അറിയണം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ കണ്ടീഷൻ എന്തായിരിക്കും? 1 മുതൽ എനിക്ക് വരണം അല്ലെ. i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഈക്വൽ ടു 10, i പ്ലസ് പ്ലസ് എന്നിങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. i പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡിഫിക്കേഷൻ. അതായത് 1 കഴിഞ്ഞ് എനിക്ക് 2ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് തരണ്ടേ. അതാണ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യാച്ചാ, ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യാച്ചാ, ആദ്യം ഇനീഷ്യലൈസേഷനിലേക്ക് പോകും. അതായത് ആദ്യത്തെ വാല്യൂ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് നോക്കും കണ്ടീഷൻ കറക്റ്റ് ആണോ. അതായത് ഈ പറഞ്ഞ എന്താണ് നിങ്ങൾ പറയുന്ന കണ്ടീഷൻ അത് കറക്റ്റ് ആണോ. ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? തിരിച്ച് എഗെയിൻ മോഡിഫൈ ചെയ്യും. നമുക്ക് ലൂപ്പ് എന്തിനാണ്? ഒരു സാധനം 10 പ്രാവശ്യം വരയ്ക്കുന്നത്. ഇപ്പൊ എനിക്കൊരു സോങ് 10 സോങ് റൺ ആവും. അപ്പൊ എന്റെ കണ്ടീഷൻ എന്താണ്? ആദ്യത്തെ സോങ് മുതൽ 10 വരെ പോകണം അല്ലെ. അപ്പൊ എന്റെ കണ്ടീഷൻ എങ്ങനെ എഴുതും? ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഈക്വൽ ടു 10, i പ്ലസ് പ്ലസ്. അപ്പൊ എന്താ ഉണ്ടാവുക? ആദ്യം ഒന്നാമത്തെ പാട്ട് പാടും അല്ലെ. അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഐന്റെ വാല്യൂ എന്ത് ചെയ്യും? മോഡിഫൈ ഞാൻ ചെയ്യുന്നുണ്ട്. മോഡിഫൈയിലേക്ക് പോയി 2 ആവും. 2 ലെസ് ദാൻ ഈക്വൽ ടു 10 അല്ലേ? ആണ്. എഗെയിൻ താഴേക്ക് വന്നു, രണ്ടാമത്തെ പാട്ട് പാടി, എഗെയിൻ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്തു. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഈ ഒരു ലൂപ്പിംഗ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫോർ ലൂപ്പ് ഒരു പ്രാവശ്യം എക്സിക്യൂട്ടീവ് നിർത്തില്ല, അൺടിൽ ആ കണ്ടീഷൻ ഫോൾസ് ആവുന്നവരെ വർക്ക് ആവും. അതാണ് ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്. അടുത്തത് സെയിം സാധനം തന്നെയാണ്. ഇവിടെ ഒരു സാധനം മിസ്സിംഗ് ആണ്. സോ അത് ഞാൻ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. സിൻടാക്സിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ വരും. ഓക്കെ, വൈലില് ആദ്യം ഇനീഷ്യലൈസേഷൻ വരും, ദെൻ വൈൽ കണ്ടീഷൻ വരും, ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരും, അപ്ഡേഷൻ വരും. അപ്പൊ ചെറിയൊരു വ്യത്യാസം ഞാൻ അതിൽ എഴുതി കാണിച്ചു തരാം. ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ദെൻ നമ്മുടെ വൈലുണ്ട്, വൈൽ കണ്ടീഷൻ ഉണ്ട്. ഇതൊക്കെ സ്മോൾ ആണേ. വൈലുണ്ട്, എന്താണോ കണ്ടീഷൻസ് അത് കൊടുക്കുക, ദെൻ ഉള്ളിലേക്ക് പോകുന്നു, സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദെൻ അപ്ഡേഷൻ ഉണ്ട് കേട്ടോ. അത് ഒരിക്കലും മറക്കരുതേ. ഇങ്ങനെയാണ് ഒരു വൈൽ വർക്ക് ചെയ്യുന്നത്. ഇനീഷ്യലൈസേഷൻ ഉണ്ട്, വൈൽ കണ്ടീഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, ദെൻ അപ്ഡേഷൻ ഉണ്ട്. ഇവിടെ എങ്ങനെയാ? ആദ്യം ഇനീഷ്യലൈസ് ചെയ്യും, കണ്ടീഷൻ നോക്കും, കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ ഉള്ളിൽ കയറും, അത് കഴിഞ്ഞ ശേഷം അത് ഏതാ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും, അത് കഴിഞ്ഞ് അപ്ഡേഷൻ ചെയ്യും, എഗെയിൻ തിരിച്ച് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെയും കണ്ടീഷൻ തെറ്റാവുന്ന വരെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണല്ലോ അതിനെ ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി ഡു വൈൽ എങ്ങനെയാണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇവിടെ ചേഞ്ച് ചെയ്യാം, ജസ്റ്റ് അതൊന്ന് കോപ്പി ചെയ്യട്ടെ. സെയിം കോൺസെപ്റ്റ് ഞാൻ ഒന്ന് കോപ്പി ചെയ്യാണ്. വ്യത്യാസം ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ഒന്നുമില്ല, വൈൽ കണ്ടീഷൻ ഒന്നുമില്ല. ഡയറക്റ്റ് ആയിട്ട് ഡു ചെയ്യാനാണ് പറയണത്. ഡു എന്നിട്ട് എന്താ ചെയ്യണേ? ഡു വൈൽ കണ്ടീഷൻ. ഞാൻ CND എഴുതുന്നുള്ളൂ. ഓക്കെ, ഇവിടെ എന്താ ഉണ്ടാവുക? ഇവിടെ ഒരു സെമിക്കോൺ ഉണ്ട്, അത് മറക്കരുത്, എല്ലാവരും തെറ്റിക്കാറുണ്ട്. അപ്പൊ ഇനീഷ്യലൈസേഷൻ, ഡു, സ്റ്റേറ്റ്മെന്റ്, അപ്ഡേഷൻ, വൈൽ കണ്ടീഷൻ. അത് എൻഡ് മാത്രമാണ് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അത് ആദ്യത്തെ പ്രാവശ്യം അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ആവും. അപ്ഡേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഈവൻ ഒരു റോങ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ആ പ്രോഗ്രാം ഒരു ഡു വൈൽ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും ഐറ്ററേറ്റ് ചെയ്യും, ഈവൻ ദ കണ്ടീഷൻ ഈസ് റോങ്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഓൾ ദീസ് വിൽ ഹാവ് എന്തുണ്ട്? എല്ലാത്തിനും അതിൻ്റെതായ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒരു പാറ്റേൺ ഉണ്ട്. ഇനീഷ്യലൈസേഷൻ, അപ്ഡേഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ, ദെൻ അപ്ഡേഷൻ. അപ്പോൾ എങ്ങനെയാണ് ഓരോന്നും വാരി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്കത് വൃത്തിക്ക് മനസ്സിലാവുള്ളൂ ചെയ്യുമ്പോൾ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് 3 മാർക്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾ? നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫോറിലും വൈലിലും തുടക്കത്തിൽ തന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എക്സിറ്റ്, അതായത്
കഴിയുമ്പോൾ നോക്കുന്നത് ആരുടെയാണ്? ഡു വൈലാണ്. സോ ബേസിക് ഡിഫറൻസ് അത് തന്നെയാണ്. ഫോറിലും വൈലിലും ദേ ആർ ബോത്ത് ആർ എൻട്രി കൺട്രോൾ ലൂപ്പ്. പക്ഷേ ഡു വൈൽ എന്ന് പറയുന്നത് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് ആണ്. അതായത് ലാസ്റ്റ് ആണ് അതിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡു വൈൽ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ്, ഈവൻ ദ കണ്ടീഷൻ ഈസ് റോങ്, ദ സ്റ്റേറ്റ്മെന്റ്സ് വിൽ എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ദാറ്റ് ഈസ് എ ബേസിക് ഡിഫറൻസ്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് പോകുന്നുള്ളൂ. പക്ഷേ ഡു വൈലിൽ അറ്റ്ലീസ്റ്റ് ആ കണ്ടീഷന്റെ ഉള്ളിൽ അത് കാരണം ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞ് നേരെ അതിന്റെ വർക്ക് ചെയ്തു തുടങ്ങി ശേഷം എൻഡിൽ മാത്രമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് റോങ് ആണെങ്കിൽ കൂടി, കണ്ടീഷൻ തെറ്റാണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് വൺസ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. ഐ ഹോപ്പ് ആ ഡിഫറൻസ് മനസ്സിലായി എന്നുള്ളത്. താങ്ക് യു.